everyone, welcome back. So, we will deal with much interesting topic. എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് റിവിഷൻ ചെയ്യാം, എങ്ങനെ ഒരു വട്ടം പഠിച്ചാൽ തന്നെ അത് ഏറ്റവും മാക്സിമം ടൈമിലേക്ക് നമ്മുടെ ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ എക്സാം വരെ ആ ഒരു പഠിച്ച ടോപ്പിക്ക് ഓർമ്മയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പൊതുവെ നമുക്കറിയാം, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏതൊരു നോർമൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാത്തതും പഠിച്ചത് പിന്നെ റിവിഷൻ ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം പഠിച്ച അത്രയും ടൈം തന്നെ ഒന്നുകൂടെ എടുക്കുന്നതുമാണ്, അത്രയും ടൈം തന്നെ കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതിന് ഏറ്റവും നല്ലൊരു റെമഡി എന്താണ് എന്നൊക്കെയാണ് ഞാനിത് പറയാൻ പോകുന്നത്. അതായത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരാൾക്ക് റിവിഷൻ ചെയ്യാം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1, 3, 7, 21 മെത്തേഡ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിൻ്റെ അന്ന് തന്നെ, അതായത് ഫസ്റ്റ് ഡേ, ആ ഡേ തന്നെ അത് വൃത്തിക്ക് പഠിച്ച് ഒരു മെറ്റീരിയലിൽ റെഫർ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം പഠിക്കാൻ ആ ടോപ്പിക്കിന് വേണ്ടി ഒരു 10, 12 അല്ലെങ്കിൽ അതിന് മേലെ ടൈം എടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് ഈ ഫസ്റ്റ് ഡേ പഠിച്ചതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ 2, 3 മണിക്കൂർ എടുത്ത് ഈ എൻറ്റയർ ടോപ്പിക്കും അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തായാലും 2, 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു വട്ടം കൂടി ഇതേ ടോപ്പിക്ക് തന്നെ ഇതേ മെറ്റീരിയൽ നോക്കി ഒന്നുകൂടെ റെഫർ ചെയ്ത് ഒന്നുകൂടെ നിങ്ങൾ റിവിഷൻ ചെയ്ത് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് വിട്ടാൽ മതി. ഒരുപക്ഷെ ഇത്തവണ റിവിഷൻ ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ നേരത്തെ എടുത്തതിന് അത്രയും ടൈം എടുക്കണം എന്നില്ല, ആദ്യമായിട്ട് റിവൈസ് ചെയ്യാൻ എടുത്താൽ അത്രയും ടൈം എടുക്കണം എന്നില്ല, ഒരുപക്ഷെ അത്രയും നേരം എടുത്തെന്നും ഇരിക്കാം, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാലും അത്രയും ടൈം നിങ്ങൾ മാറ്റി വെക്കണം. അതായത് ഫസ്റ്റ് ഡേ നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു, അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ഒന്നുകൂടെ റിവിഷൻ ചെയ്തു, ആ റിവിഷൻ കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ അതേ ടോപ്പിക് തന്നെ റിവിഷൻ ചെയ്യും. എന്നിട്ട് ഈ സെക്കൻഡ് റിവിഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ അതേ ടോപ്പിക് തന്നെ റിവിഷൻ ചെയ്യാൻ എടുക്കണം. അതായത് 7 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ അതേ ടോപ്പിക് തന്നെ ഒരു 1, 2 മണിക്കൂർ എടുത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ആ ഒരു റിവിഷൻ കഴിയുമ്പോൾ ഈ 7 ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 21 ദിവസം കഴിഞ്ഞ് അതേ ടോപ്പിക്ക് തന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേക്കും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവും, ഒരു 2, 3, 4 മണിക്കൂർ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ എടുക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴേക്കും ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴേക്കും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് നിങ്ങൾക്ക് റീറ്റെയിൻ, നിങ്ങളുടെ മെമ്മറിയിലേക്ക് അത് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ഓർത്താലും കിട്ടുന്ന രീതിയിലേക്ക് അത് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് ഫീഡ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. ഈ 21 ദിവസം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദിവസം റിവിഷൻ കഴിയും പിന്നെ കൃത്യം 1 മാസം കഴിയുമ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങൾ അതേ കണ്ടന്റ് അതേ ടോപ്പിക് ആ ചാപ്റ്റർ പിന്നെയും എടുത്ത് റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് കൃത്യം 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ പിന്നെയും റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം, അടുത്ത മാസവും നിങ്ങൾ അതേ ടോപ്പിക്ക് പിന്നെയും റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഡെയിലി ഓരോ ചാപ്റ്റർ ആയിരിക്കും പഠിക്കുക അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ആയിരിക്കും പഠിക്കുക, എങ്ങനെയാണ് ഇത് റിവിഷൻ ചെയ്യേണ്ട ടൈം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും മറ്റേതെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറി എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുള്ള 2025 അങ്ങനെ ഓരോ വർഷത്തിൻ്റെതായ ഡയറി ഉണ്ടാവില്ലേ, അതിപ്പോൾ 2025 തന്നെ വേണമെന്നില്ല. ഇപ്പോൾ പല ആൾക്കാർക്കും വീട്ടിൽ പഴയ ഡയറി ഒക്കെ ഉണ്ടാവില്ല, 23, 24, 25, 22 അങ്ങനെ കഴിഞ്ഞ ഏതെങ്കിലും വർഷത്തൊരു ഡയറി ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ പഠിച്ചത് എന്താണെന്ന് എഴുതി വെക്കണം. എന്നിട്ട് അതിന് നെക്സ്റ്റ് ഡേ നിങ്ങൾ 2 മണിക്കൂർ ഇതേ ചാപ്റ്റർ തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം എന്ന് എഴുതി വെക്കണം. എന്നിട്ട് ആ ദിവസത്തിൽ നിന്ന് ഒരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡേറ്റിൽ നിങ്ങൾ ഇതേ ചാപ്റ്ററിനെ റിവിഷൻ ചെയ്യാറുണ്ടെന്ന് എഴുതി വെക്കണം. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം 7 ദിവസം കഴിയുമ്പോൾ 21 ദിവസം കഴിയുമ്പോൾ പിന്നെ ഓരോ മാസം കൂടുതൽ റിവിഷൻ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ എല്ലാ ദിവസവും 2 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി 2, 3 മണിക്കൂർ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓരോ ദിവസം എഴുതാനുള്ളതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ പിന്നെ ഓരോ ദിവസം രാവിലെ ആകുമ്പോൾ ഈ ഡയറി എടുത്ത് ഓരോ ഡേറ്റിലും നോക്കിയാൽ മതി, ഈ ഡേറ്റിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ തന്നെ ഇന്ന് എന്താ ചെയ്യണമെന്ന് രാവിലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഡയറി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്തൊക്കെയാണ് ആ ദിവസം ചെയ്യേണ്ടത്. അതായത് ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അതിൻ്റെ എത്രാമത്തെ വട്ടം റിവിഷൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഡയറിയിൽ മാർക്ക് ചെയ്ത് പോകണം. അപ്പോഴേക്കും നിങ്ങൾ പിന്നീട് ആ ഡയറിയിൽ ഓരോ ദിവസം എടുത്ത് നോക്കുമ്പോഴും ഈ ദിവസം ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം
രാവിലെ എഴുന്നേറ്റിട്ട് ആ ഡയറി തുറന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്ന് ഞാൻ ഇത്രയൊക്കെ ചാപ്റ്റർ റിവിഷൻ ചെയ്യണം, ഇതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഡെയിലി പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഡെയിലി പോർഷന് വേണ്ടി മാറ്റി വെക്കുകയും ഒരു 2 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യും. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവും, എല്ലാ ടോപ്പിക് കവറും ചെയ്യുന്നുണ്ട്. പഠിച്ച ടോപ്പിക്സ് എല്ലാം വൃത്തിക്ക് നിങ്ങൾക്ക് ഓർത്തെടുക്കാനും കഴിയുന്നുണ്ട്, നിങ്ങളുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനും കഴിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിച്ച എല്ലാ കാര്യവും മറന്നു പോകാതെ അത് അവിടെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. സോ ഇങ്ങനെയാണ് ടോപ്പ് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള പല ആൾക്കാരും പഠിച്ചിട്ടുള്ളത്. അതിങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കും ആ ടോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ്. സോ എല്ലാവരും ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മറ്റെന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തരാൻ കഴിയുമെന്ന് തോന്നിയാൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.